ഇന്ത്യക്ക് വേണ്ടി അതിപ്രധാനമായ പല പ്രതിരോധ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അവരുടെ ഏറ്റവും പുതിയ ഉൽപ്പാദന കേന്ദ്രം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ യൂണിറ്റാണ്. ഇതിലൂടെ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയെ മേക്ക് ഫോർ ദി വേൾഡ് ആക്കി മാറ്റുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പ്രധാനമായും നിർമ്മിക്കുക വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം അഥവാ WHAP എന്ന പേരിലുള്ള പ്രത്യേക പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള വാഹനമാണ്. നമ്മുടെ DRDOയുമായി സഹകരിച്ചാണ് ടാറ്റ ഈ വാഹനം ഡിസൈൻ ചെയ്തത്. ഇത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ വാഹനമാണിത്. ഇത് എല്ലാതരം ഭൂപ്രകൃതികളിലും പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്, വെള്ളത്തിലൂടെ ഉൾപ്പെടെ. ഇതിനു പുറമെ ശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കാനും ഇൻ്റഗ്രേറ്റർ പവർ പാക്ക്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഫ്ലോട്ടേഷൻ, പ്രൊപ്പൽഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. ടാറ്റയുടെ മൊറോക്കോയിലെ ഈ ഉൽപ്പാദന കേന്ദ്രം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം മൊറോക്കോയുടെ പ്രതിരോധ മന്ത്രി അബ്ദൽതീഫ് ലൗദി, കസബ്ലാങ്കയിലെ മിലിറ്ററി കമാൻഡിന്റെ തലവൻ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് രണയും ഉണ്ടായിരുന്നു. ഇതിലൂടെ യഥാർത്ഥത്തിൽ ഇന്ത്യ മൊറോക്കോ സൈനിക തലത്തിലുള്ള ശക്തമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. കൂടാതെ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമാവുകയാണ്. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ആരംഭിച്ച ഈ യാത്ര ഇപ്പോൾ മേക്ക് ഫോർ ദി വേൾഡ് ആയി വികസിച്ചിരിക്കുന്നു. ഒരു ഇന്ത്യൻ കമ്പനിയുടെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് പ്രതിരോധ പ്ലാന്റാണ് വിദേശത്ത് സ്ഥാപിക്കപ്പെട്ടത്. നിലവിൽ ഇന്ത്യക്ക് വിദേശത്ത് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും പൂർണ്ണമായും നിർമ്മിക്കുന്നതിന് ആവശ്യമായ ശേഷിയുള്ള ആദ്യത്തെ വിദേശ പ്ലാന്റാണിത്. ഈ പ്ലാന്റിന് ഏകദേശം 20,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. വർഷം തോറും 100 യുദ്ധവാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ട്. ഇവിടെ നിന്നുള്ള ആദ്യത്തെ WHAPകൾ എന്നറിയപ്പെടുന്ന ഇത്തരം വാഹനം 18 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ. തുടക്കത്തിൽ 1/3 ഘടകങ്ങൾ മൊറോക്കോയിൽ നിന്ന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും പിന്നീട് ഇത് വർദ്ധിപ്പിക്കും. ഈ കരാറിലൂടെ മൊറോക്കോയുടെ കഴിവുകളെ പരമാവധി ഉപയോഗിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യക്ക് മൊറോക്കോയുമായി നല്ല ബന്ധമാണുള്ളത്. ഊർജം, ഫെർട്ടിലൈസറുകൾ, IT, ടൂറിസം, ഇപ്പോൾ പ്രതിരോധവും അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്ങും. ഈ സംരംഭത്തിലൂടെ മൊറോക്കോയിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രാദേശിക എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും അവസരം നൽകുന്നതിനും സഹായിക്കും. കൂടാതെ മൊറോക്കോയുടെ ഭൂമിശാസ്ത്രം യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, അറ്റ്ലാന്റിക് എന്നീ മേഖലകളുമായുള്ള ബന്ധം ഇന്ത്യയുടെ വളർന്നു വരുന്ന ഔദ്യോഗിക ബേസുമായി ചേർന്ന് ആഫ്രിക്കയിലേക്കുള്ള ഒരു പാലമാകും. അതായത് ഇന്ത്യ ഗ്ലോബൽ സൗത്തിൻ്റെ വിശ്വസനീയ പങ്കാളിയായി ഉയർന്നു വരുന്നു എന്ന് ചുരുക്കി പറയാം. അതെ, ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ഇപ്പോൾ മേക്ക് വിത്ത് ഫ്രണ്ട്സ് വഴി മേക്ക് ഫോർ ദി വേൾഡ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.